പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. അമീർക്ക, ഷെഫിക്ക, എന്താണ് ഈ സമയത്ത്? അൻവറെ, നീ എന്നെ സഹായിച്ചേ പറ്റൂ. എടാ, നീ വിളിച്ച സൈനു ഇറങ്ങി വരൂ. സൈനു ഇറങ്ങി വരികയാണെങ്കിൽ പാർട്ടി നിന്റെ കല്യാണം നടത്തി തരും. മഹല്ല് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അറിയാലോ. അൻവരെ, അവൻ വിളിച്ചതാ, നീ ചുമ്മാ ഇരിക്കാതെ കാര്യം തുറന്നു പറയടാ. അൻവറെ, ഞാൻ അവളെ വിളിച്ചതാ, അവള് വരാനും റെഡിയാണ്. പക്ഷെ അവിടെ പരട്ട തന്ന പോയി തൂങ്ങിച്ചാവാൻ നോക്കി. അവിടെ ആകെ സീനായി കിടക്കുക. ആ സെന്റിമെന്റിലാണ് ആ പെണ്ണ് ഇപ്പൊ വീണ് കിടക്കുന്നത്. ആ തന്ത പറയുന്ന ഏത് ചെക്കനായാലും കെട്ടാനുള്ള മൈൻഡിലാണ് അവള്. മറ്റന്നാൾ നൗഷാദുമായിട്ടുള്ള കല്യാണം മുടക്കിയിരിക്കണം. ഷഫീഖിന് വേണ്ടി ആ കല്യാണം മുടക്കിയിരിക്കണം. എടാ, അവൾ ആകെ പേടിച്ചിരിക്ക. അവള് പാവാ, നീ എന്നെ സഹായിക്കണം. എടാ, അതിന് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നീ വിചാരിച്ചാൽ കല്യാണം മുടങ്ങിയിരിക്കും. ഞാനോ? ആ, എടാ, ഞാനെന്ത് ചെയ്യാനാ? നീ ആ നൗഷാദിനെ വിളി. പാതിരാത്രിയില്ലോ? എടാ, നീ നൗഷാദിനെ ഇപ്പൊ വിളിക്ക്. ആ കല്യാണം ഷഫീഖിന് വേണ്ടി നമ്മൾ മുടക്കിയിരിക്കും. നീ വിളിക്കേ. നീ പോടാ, ഫോൺ പண்றா. പോടാ. കട്ടാക്കി ഉറങ്ങായിരിക്കും. ഉറങ്ങണവൻ എങ്ങനെടാ കട്ടാക്കും? இன்னொரு തീരുമാനം എടുത്തിരിക്കണം. கொஞ்சம் லாஜிக்கல திங்க் பண்ற அன்வரே. ഷർട്ട് ഇട്ടിട്ട് വാ, വാ വേഗം വാ. നിനച്ചിരിക്കാൻ നേരത്തെത്തിയ മനസ്സറിഞ്ഞൊരു രാജാത്തി. ലൈറ്റ് ഉണ്ട്. നീ എവിടെ പോണു? അല്ല, ഞാൻ വരാം. നിങ്ങളോട് വെക്ക്, ഞാൻ പോയിട്ട് വരാം. നീ ഇങ്ങ വാ. അല്ലേക്ക് നമുക്ക് പോണ്ട. നീ എങ്ക പോற? അവൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരാവേ. എന്തൊരു തീക്ഷ്ണമായ വരികൾ, ബൾബ് കത്തിയ കൽബ് പോലെ. ആ, തുറക്കുന്നുണ്ട്. ആ, എന്താ അൻവർ സാഹിബ് ഈ സമയത്ത്? നട്ടപ്പാതിരാത്രിക്ക് നീ കിടന്ന് ഉറങ്ങണ സമയത്ത് എന്റെ ഫോണും കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവുമല്ലോ. അതെ, സൈനു ഷെഫീഖിന്റെ പെണ്ണ. അല്ല, അത് നീ അറിഞ്ഞിട്ടാണ് നിക്കാഹിന് സമ്മതിച്ചതെന്നും എനിക്കറിയാം. പിന്നെ പക്ഷെ മറ്റന്നാ നീ നിക്കാഹിന് വരരുത്. വന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വേറൊന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയാലേ എങ്ങനെ അൻവർ സാഹിബേ? ഈ സംസാരിക്കുന്നത് അൻവർ സാഹിബല്ല, സഖാവ് അൻവർ.